ആരംഭിച്ചിട്ടുള്ളത്. രാജ്യത്തെ കർഷകർക്കെല്ലാം ആധാർ നമ്പർ പോലെ യുണീക്ക് ആയിട്ടുള്ള ഒരു കർഷക ID നൽകുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ചിട്ടുള്ള അഗ്നിസ്റ്റാർക്ക് കർഷക രജിസ്ട്രി ജൂലൈ 31-നകം എല്ലാ കൃഷിഭവനുകളിലെത്തിയും കർഷകർ ചെയ്യണമെന്നായിരുന്നു അറിയിപ്പുണ്ടായിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തുള്ള എല്ലാ കൃഷിഭവനുകളിലും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇത് കൃഷിഭവനുകളിലെ മറ്റ് ജോലികൾക്ക് തടസ്സം ഉണ്ടാക്കിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഓൺലൈനായി സേവാ കേന്ദ്രങ്ങളിലൂടെയുള്ള അഗ്നിസ്റ്റാർക്ക് രജിസ്ട്രേഷൻ നടപടികൾ കൂടി ആരംഭിച്ചിട്ടുള്ളത്. അപ്പൊ ഇനി മുതൽ അക്ഷയ അതുപോലെ തന്നെ CSC കേന്ദ്രങ്ങൾ വഴിയും അഗ്നിസ്റ്റാർക്ക് കർഷക രജിസ്ട്രേഷൻ നടപടി സാധ്യമാകുന്നതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട് അറിയിക്കാനുള്ളത്. സൗജന്യമാണ് കൃഷി ഭവനുകളിലൂടെ ചെയ്യുന്നത്. പക്ഷേ CSC അക്ഷയ കേന്ദ്രങ്ങളിലൂടെ ചെറിയൊരു ഫീസ് നൽകേണ്ടി വരും എന്നുള്ളതും ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ PM കിസാൻ സമ്മാൻ നിധി ഉൾപ്പെടെയുള്ള കർഷകർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളും സേവനങ്ങളും മുടങ്ങാതെ തുടർന്നും ഭാവിയിലും ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ അഗ്നിസ്റ്റാർക്ക് കർഷക രജിസ്ട്രേഷൻ നടപടി